ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലുള്ള കർണാടക സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ ഗാർഡൻ, കർണാടക സിരി ഗാർഡൻ എന്ന് പറയും. ഈ ഗാർഡനിലാണുള്ളത്. ഇത് ഊട്ടിയുടെ ടൗണിൽ തന്നെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു ഗാർഡനാണ് ഇത്. ആക്ച്വലി ഇതിന് കർണാടക ഗാർഡൻ എന്ന വിളിപ്പേര് വരാനുള്ള ഒരു കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഊട്ടി തമിഴ്നാടിലാണ്. തമിഴ്നാടിനുള്ളിൽ എങ്ങനെ ഒരു കർണാടക ഗാർഡൻ വന്നു എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടാവും. ആക്ച്വലി ഇത് മൈസൂർ മഹാരാജാവിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു ഈ ഭൂമി. ഈ മൈസൂർ മഹാരാജാവിൻ്റെ പ്രോപ്പർട്ടി കർണാടക ഗവൺമെൻറ്റിന് കൈമാറിയതാണ് 1964. അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി ഏകദേശം 38 ഏക്കറോളം വരുന്ന ഈ പ്രോപ്പർട്ടി കർണാടക ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ആയിരിക്കുകയാണ് 2018 കർണാടക ഗവൺമെൻറ് ഇവിടെ ഒരു ഇൻ്റർ സ്റ്റേറ്റ് ഹാർമണി, അതായത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഗാർഡൻ നിർമ്മിക്കാൻ കർണാടക ഗവൺമെൻറ് തീരുമാനിക്കുകയും 2018 ഏകദേശം 12 കോടിയോളം രൂപ ചെലവഴിച്ച് ഈ ഗാർഡൻ പൂർത്തിയാക്കിയത്. അതാണ് ഇതിന് കർണാടക ഗാർഡൻ എന്നുള്ള പേര് വരാനുണ്ടായ കാരണം. അപ്പോൾ അങ്ങനെയാണ് ഇതിന് കർണാടക ഗാർഡൻ എന്നുള്ള പേര് വന്നത്. തമിഴ്നാടിനുള്ളിൽ ഒരു കർണാടകയുടെ സ്ഥലം. ആക്ച്വലി വളരെ ഭംഗിയായ, വളരെ നന്നായി വെൽ മെയിൻറ്റെയിൻഡ്, നന്നായി പരിപാലിച്ചു പോരുന്ന ഒരു ഏരിയയാണ്, ഒരു ഗാർഡനാണിത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബൊട്ടാണിക്കൽ ഗാർഡനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഈ ഗാർഡനാണ്. വളരെ നന്നായിട്ട് പരിപാലിച്ചു പോരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണാം വാൾ ഗ്രാസ് എന്ന് പറയും. അതായത് നമ്മൾ പുല്ല് ഉപയോഗിച്ചിട്ട് മതിൽ പോലെ ആക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വളരെ കട്ടിയിൽ ഉണ്ടോ, ബുഷ് എന്ന് നമ്മൾ പറയുന്ന ആ വാൾ ഗ്രാസ് ആണത്. കട്ടിയിൽ, നല്ല കട്ടിയിൽ വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന് പോലുള്ള ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടോ, എന്താ ഭംഗി. വളരെ മനോഹരമായിട്ട് പരിപാലിച്ചു പോരുന്ന ഒരു ഗാർഡനാണ് കർണാടക സ്റ്റേറ്റ്. നോക്കൂ നിങ്ങൾ, വളരെ മനോഹരമായി പരിപാലിച്ചു പോരുന്ന ഗാർഡനാണ് കർണാടക സിരി ഹോർട്ടിക്കൾച്ചറൽ ഗാർഡൻ. 2018 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമ്മളൊന്ന് ആദ്യകാലത്ത് സ്കൂളിൽ നിന്നൊന്ന് നമ്മൾ ഊട്ടിയിൽ പോരുന്ന സമയത്ത് ഈ ഗാർഡൻ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇത് 2018 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. BK കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ സൃഷ്ടി, അതായത് ഇതിൻ്റെ ശില്പി. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പോന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു പൊട്ടറ്റോ ഗാർഡൻ ആയിരുന്നു. ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു, ഒരു ഏരിയ ആയിരുന്നു ഇത്. ആ സ്ഥലം ഇങ്ങനെ ആക്കിയെടുത്തത് BK കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യലിൻ്റെ ഒരു ഹോർട്ടിക്കൾച്ചറിസ്റ്റ് എന്ന് പറയും. അതായത് കൃഷിയിലൊക്കെ താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ശ്രമഫലമായാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായ ഒരു മത്സ്യക്കുളവും, ആ കുളത്തിൽ നിറയെ മത്സ്യങ്ങളാണ്, നല്ല വളർത്തു മത്സ്യങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും ഉള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ കടന്ന് ചെല്ലുന്നത്. 100 രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. ഇപ്പോൾ കൂട്ടിയതാണ്, ഈ വർഷം വർദ്ധിപ്പിച്ചതാണ്. 100 രൂപയാണ് പ്രവേശന ഫീസ്. 80 രൂപ കാറിലാണെങ്കിൽ 80 രൂപയും ബസ്സിലാണെങ്കിൽ നിങ്ങൾ 150 രൂപയും പാർക്കിംഗ് ഫീസും കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പാർക്കിംഗ് ഫീസൊക്കെ ഇപ്പോൾ ഊട്ടിയിൽ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും പാർക്കിംഗ് ഫീസ് ഏകദേശം ഇരട്ടിയായിട്ട്, ഡബിളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്, കണ്ടോ, ആ 2 പില്ലറാണ് ആ കാണുന്നത്. 4, അതുപോലെ തന്നെ മറുഭാഗത്ത് 2 പില്ലർ, അങ്ങനെ 4 പില്ലറിൽ തൂങ്ങി നിൽക്കുന്ന ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ
പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രിഡ്ജിൽ കയറുന്നതിന് വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ആ ബ്രിഡ്ജിൻ്റെ അടിഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഏകദേശം ഒരു 500 മീറ്റർ നീളം ഉണ്ടാകും ബ്രിഡ്ജിന്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ അടുത്ത കാലത്ത് കമ്മീഷൻ ചെയ്യാനിരിക്കുന്ന ഒരു സംഭവമാണ് വാട്ടർ ഫൗണ്ടനുകൾ. കണ്ടോ, ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന വാട്ടർ ഫൗണ്ടനുകളാണ്. കണ്ടോ, അതും കൂടെ തുടങ്ങിയാൽ നല്ല വൈബായിരിക്കും ഇവിടെ. അതുപോലെ തന്നെ അതിന് പുറത്തുള്ള ഒരു തേയിലത്തോട്ടാണ് ഇപ്പോൾ കാണുന്നത്. വാട്ടർ ഫൗണ്ടൻ കണ്ടല്ലോ, അത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതും കൂടെ സ്റ്റാർട്ട് ചെയ്താൽ മൈസൂർ വൃന്ദാവനിലെ വാട്ടർ ഫൗണ്ടനേക്കാളും വളരെ മികച്ചൊരു അനുഭവം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിന് പുറത്തുള്ളൊരു തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ആണ് ഇവിടെ. അത്യാവശ്യം തേയിലത്തോട്ടങ്ങൾ ഈ ഗാർഡനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈ തേയിലത്തോട്ടത്തിനുള്ളിലിരുന്നൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗൂഡല്ലൂരോ മേപ്പാടിയോ അല്ലെങ്കിൽ മൂന്നാറോ ഒക്കെ തേയിലത്തോട്ടത്തിനുള്ളിൽ പോയി ഫോട്ടോ എടുത്ത അതേ ഒരു അനുഭവം നിങ്ങൾക്ക് ഇവിടെയും കാണാൻ കഴിയും. നമ്മൾ ആ ഹാങ്ങിങ് ബ്രിഡ്ജ് കയറുന്നതിന് വേണ്ടി പോവുകയാണ്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ചുറ്റിലുമുള്ളത്. ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് ഞങ്ങൾ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പ്രവേശിച്ച് കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. ഓടി കളിക്കുമ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇങ്ങനെ ആടുമല്ലോ, ആ ആടുന്നത് അവർക്കൊരു ഒരു ഒരു പ്രത്യേക വേറൊരു വൈബാണ്. കേട്ടോ, കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ആണ് ആ കാണുന്നത്. ലോക്കലായിട്ടുള്ള അവിടെ തന്നെയുള്ള ആ ഗാർഡനിൽ തന്നെയുള്ള ഒരു തേയിലത്തോട്ടം. അത് വിളവെടുക്കുന്നുണ്ടോ എന്നറിയില്ല. അത് ഭംഗിക്ക് വേണ്ടി പരിപാലിച്ചതാവാൻ സാധ്യതയുണ്ട്. ഇവിടെ വരുന്നവർക്കൊരു അനുഭവം, ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഫീല് കിട്ടുന്നതിന് വേണ്ടി നിർമ്മിച്ചതാകാൻ സാധ്യതയുണ്ട്. അപ്പം ഞങ്ങൾ ഹാങ്ങിങ് ബ്രിഡ്ജിന് മുകളിലേക്ക് പ്രവേശിച്ചു. ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ പില്ലറുകളാണ്, 2 പില്ലറുകളാണ് കാണുന്നത്. അതുപോലെ മറുഭാഗത്തും 2 പില്ലറുകളുണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജിന് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പ്രത്യേക ഒരു വൈബാണത്. നല്ല ഹൈറ്റിലാണ് ഈ ബ്രിഡ്ജുള്ളത്. വളരെയധികം ഹൈറ്റിലാണ്, നല്ല ഹൈറ്റിലാണ്. അപ്പോൾ ആ ഹൈറ്റിൽ നിന്ന് താഴെയുള്ള ഗാർഡൻ്റെ ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. നിങ്ങൾക്ക് അത് ക്യാമറ കണ്ണുകളിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്ന് അറിയില്ല. ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ആ മത്സ്യക്കുളത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് കണ്ടോ, ഹാങ്ങിങ് ബ്രിഡ്ജ് തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 2 റോപ്പിലാണ്, ആ മെറ്റൽ റോപ്പ് കണ്ടില്ലേ, 2 മെറ്റൽ റോപ്പിലാണ് ആ ബ്രിഡ്ജ് തൂക്കിയിട്ടിരിക്കുന്നത്. അതിങ്ങനെ ആടും, നമ്മളിങ്ങനെ ആട്ടുമ്പോൾ ആടും. താഴെ കുറേ ആളുകൾ എന്തോ തപസ്സിരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്, കുറേ വെള്ള ഷർട്ടിട്ട ആളുകൾ. ഇപ്പോൾ ഏതാണ്ട് മറുഭാഗത്ത് എത്തി. കണ്ടല്ലോ, ആ മറുഭാഗത്തെ പില്ലറുകളാണ് ആ നീല കളറിൽ നിങ്ങൾ കാണുന്നത്. മറുഭാഗത്തെ പില്ലറുകളാണ്. ഇപ്പോൾ ഞങ്ങൾ മറുഭാഗത്തെത്തി. കണ്ടോ, ഞങ്ങൾ കയറിയ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവിടെയാണ് ഞങ്ങൾ കയറിയത്. അവിടുന്ന് അതിലൂടെ സഞ്ചരിച്ച് ഇപ്പുറത്തെത്തി. ഏകദേശം ഒരു 400-500 മീറ്റർ അതിൻ്റെ നീളം ഉണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജ്. നല്ല ഒരു വൈബാണ്. ഞങ്ങൾ ഇറങ്ങി മറുഭാഗത്തെത്തി. ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി തൂക്കുപാലത്തിൽ നിന്ന് ഇപ്പം ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഇത് അവസാനിക്കുന്ന ഭാഗത്തും ഒരു തേയിലത്തോട്ടം സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെയും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. വളരെ മനോഹരമായി കുട്ടികൾക്ക് കളിക്കാനും ഓടാനും ചാടാനും എല്ലാം ഒരുപാട് അവസരങ്ങളുള്ള, ഒരുപാട് ഏരിയകളുള്ള ഒരു ഗാർഡനാണ് കർണാടക സിരി ഹോർട്ടിക്കൾച്ചറൽ ഗാർഡൻ. എനിക്ക് ബോട്ടാണിക്കൽ ഗാർഡനേക്കാളും ഇഷ്ടപ്പെട്ടത് സത്യത്തിൽ ഈ ഗാർഡനാണ്. അതിൻ്റെ പില്ലറുകളാണ്, നമ്മൾ നേരത്തെ വന്ന ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ പില്ലറുകളാണ് ആ കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ സന്ദർശനം പൂർത്തിയാക്കി, ഏകദേശം ഒരു റൗണ്ട് പൂർത്തിയാക്കി മടങ്ങുകയാണ്. അവസാന ഭാഗത്തേക്ക് മടങ്ങുകയാണ്. വളരെ മനോഹരമായിട്ട് ഒരു ഇൻ്റർ സ്റ്റേറ്റ് ഹാർമണിയുടെ ഭാഗമായിട്ട്, അതായത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് കർണാടക ഗവൺമെൻറ് ഊട്ടിയിൽ നിർമ്മിച്ച ഒരു ഗാർഡനാണിത്.
അതാണ് കർണാടക ഗാർഡൻ എന്ന് പേര് വരാൻ കാരണം. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ തമിഴ്നാട്ടിലാണ് ഊട്ടി, പക്ഷേ ഇതിൻ്റെ പേര് കർണാടക ഗാർഡൻ എന്നാണ്. കർണാടക എന്ന് പറയുന്നത് കർണാടക ഈസ് എ സെപ്പറേറ്റ് സ്റ്റേറ്റ്, ബട്ട് ഇതിൻ്റെ പേര് കർണാടക ഗാർഡൻ എന്ന് വരാനുണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടോ, ആ വാൾഗ്രാസ് കണ്ടില്ലേ നിങ്ങൾ? വാൾഗ്രാസൊക്കെ വളരെ മനോഹരമായി വെട്ടി ഒതുക്കി ഒരു മതിൽ പോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഏതാണ്ട് അതിൻ്റെ അവസാന ഭാഗത്ത് ഒരു റൗണ്ട് പൂർത്തിയാക്കി നമ്മൾ ഏകദേശം തുടങ്ങിയോടത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അനേകം പോളി ഹൗസുകളൊക്കെ ഉണ്ട് കേട്ടോ. പോളി ഹൗസിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഗാർഡനുകളുണ്ട്. അതിനുള്ളിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. കണ്ടോ, ആ പുല്ലുകൊണ്ട് ഒരു മനോഹരമായ പക്ഷികളുടെ രൂപം ഉണ്ടാക്കി വെച്ച് കണ്ടില്ലേ. അപ്പോൾ ഇത്രയാണ് കാഴ്ചകൾ. ഓക്കെ, ബൈ.